ആൻഡ് വെൽക്കം ടു മോഡസി ഡ്രൈവ്. നമുക്കൊരു കാലം വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു ഒറ്റ മോഡലേ ഉള്ളൂ. അത് KTMന്റെ പല മോഡൽസ് ആയിരിക്കും. KTM യഥാർത്ഥത്തിൽ ഒരു കാലം വണ്ടിയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല. KTM വളരെ സേഫ് ആയിട്ടുള്ള ബൈക്കാണ്. എനിക്കൊരു 390 ഉണ്ട്. എനിക്ക് ഇതുവരെ ഒരു അപകടം ഉണ്ടായിട്ടില്ല. എൻ്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു ബൈക്ക് തന്നെയാണ് KTMന്റെ എല്ലാ മോഡൽസും. നമ്മൾ ഉപയോഗിക്കുന്ന രീതി മാറിപ്പോകുന്നതുകൊണ്ടാണ് അതിന് പലപ്പോഴും അപകടം ഉണ്ടാകുന്നത്. എന്നാൽ നമുക്ക് യഥാർത്ഥ ഒരു കാലം വണ്ടി പരിചയപ്പെട്ടല്ലോ. അത് സുസുക്കിയുടെ RG500 എന്ന മോഡലാണ്. ഇത് റേസ് റെപ്ലിക്ക അല്ലെങ്കിൽ റേസ് മോഡലിൽ നിന്നും വലിയ മാറ്റങ്ങളില്ലാതെ നോർമൽ മോഡലായിട്ട് സുസുക്കി അവതരിപ്പിച്ച മോഡലാണ്. ഈ 1985 തൊട്ട് 87 വരെ ആണ് ഈ മോഡൽ ഇയർ ഉണ്ടായിരുന്നത്. കുറച്ച് 2 വർഷം മാത്രമാണ് ഈ മോഡൽ ഇറക്കിയിട്ടുള്ളത്. ഈ മോഡലിന് പ്രത്യേകത വെച്ചാൽ ഇതൊരു 4 സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് യു ഷേപ്പിലുള്ള 2 സ്ട്രോക്ക് എഞ്ചിനാണ്. 2 സ്ട്രോക്ക് എഞ്ചിൻ 4 സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് നിങ്ങൾക്ക് ഈ ഒരു കോമ്പിനേഷൻ വേറെ എവിടെയും കേട്ട് കാണത്തില്ല. അപ്പോൾ 95 PHP ആണ് ഇതിന്റെ പവർ പേപ്പറിൽ പറയുന്നെങ്കിലും അതിൻ്റെയൊക്കെ ഒരു എന്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു RX 135 ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ തന്നെ അറിയാൻ പറ്റും 2 സ്ട്രോക്കിന്റെ പവർ എന്താണ്. അപ്പോൾ 4 സിലിണ്ടർ 2 സ്ട്രോക്കിന്റെ പവർ എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സോ അത്രയ്ക്ക് ത്രസിപ്പിക്കുന്ന ആക്സിലറേഷനും പവറും പെർഫോമൻസും ഉള്ള ഈ ബൈക്കിന് ഒന്നാമത്തെ പോരായ്മ വെച്ചാൽ ചാസീസ് ആയിരുന്നു. ചാസീസ് അത്രത്തോളം വെൽ ഡെവലപ്ഡ് അല്ലായിരുന്നു ഈ സുസുക്കി RG500. അപ്പം അതൊരു ഡ്രോബാക്ക് ആണ്. പക്ഷേ യഥാർത്ഥ ഡ്രോബാക്ക് എന്തെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഇതിനെ വിസ്പറിംഗ് ഡെത്ത് എന്നറിയപ്പെടുന്നതിനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ഈ ബൈക്ക് ഞാൻ പറഞ്ഞത് 2 സ്ട്രോക്ക് ആണ്, 95 PHP ആണ്, ഹൈ കംപ്രഷൻ ആണ്, യു ഷേപ്പ് എഞ്ചിനാണ്. ലിക്വിഡ് കൂളിംഗ് ഉണ്ടെങ്കിൽ പോലും ഇതിന്റെ തെർമൽസിന് ഒരിക്കലും ഈ ബൈക്ക് കുറെ കിലോമീറ്റേഴ്സ് ഓടിക്കഴിയുമ്പോൾ ഉള്ള ഹീറ്റിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ ഹീറ്റ് മാനേജ്മെന്റ് പക്കയായിട്ട് നടക്കാത്തതുകൊണ്ട് ഈ ബൈക്ക് നമ്മളിപ്പോൾ ഒരു 60 അല്ലെങ്കിൽ 70 80 കിലോമീറ്റർ പോവുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കുറച്ച് എഞ്ചിനകത്ത് നിന്ന് കുറച്ച് അലപ്പ് അല്ലെങ്കിൽ നോയ്സ് കേൾക്കും. ആ നോയ്സ് നിങ്ങൾ ബൈക്ക് സൈഡിലോട്ട് മാറ്റി നിർത്താൻ തയ്യാറായില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ബൈക്കിന്റെ പിസ്റ്റണും സിലിണ്ടറും കൂടെ മെൽറ്റായി അകത്ത് വെച്ച് ലോക്ക് ആവുന്നു. ഇങ്ങനെ പിസ്റ്റണും സിലിണ്ടറും കൂടെ അകത്ത് വെച്ച് ലോക്ക് ആവുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒബ്വിയസ്ലി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വരാൻ പോകുന്നതെന്ന് വെച്ചാൽ ബാക്ക് വീൽ ലോക്ക് ആവുന്നു. ബാക്ക് വീൽ ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാക്ഷൻ മാറുന്നു. നിങ്ങൾ ആ ബൈക്കിൽ നിന്ന് ഏത് സ്പീഡിലാണ് പോകുന്നത് ആ സ്പീഡിൽ വെച്ച് തന്നെ നിങ്ങൾ ബൈക്കിന് ബാക്ക് വീൽ ലോക്കായി വീഴുന്നു. ഇതായിരുന്നു സുസുക്കിയുടെ RG500 ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജും അതിന് വിസ്പറിംഗ് ഡെത്ത് എന്ന് അറിയപ്പെടാനുള്ള കാരണം. ഈ ബൈക്ക് ഒരു 2 വർഷം കൊണ്ട് സുസുക്കി മാർക്കറ്റിൽ നിന്നും പിൻവലിച്ചു. കാരണം വെച്ചാൽ അതുപോലെ കംപ്ലൈൻസുകൾ ഉണ്ടായിരുന്നു. ഇപ്പോഴും നല്ല മോഡൽസ് കുറേയൊക്കെ യൂറോപ്പിലൊക്കെ കാണുമെന്ന് തോന്നുന്നു. പക്ഷേ ഇതിന്റെ പേര് ഇപ്പോഴും നിലനിൽക്കുന്നു. ഇറ്റ്സ് സുസുക്കിയുടെ RG500 ഓർ ദ വിസ്പറിംഗ് ഡെത്ത്. ഒരു റാറ്റ്ലിംഗിൽ ഇതിനൊരു സിംറ്റം കാണിക്കുന്നു. ആ റാറ്റ്ലിംഗിൽ നിങ്ങൾ ബൈക്ക് നിർത്തിയില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ വീൽ ലോക്കായി പോകുന്നു, നിങ്ങൾ വീഴുന്നു, നിങ്ങൾക്ക് അപകടം ഉണ്ടാകുന്നു. മരിക്കില്ല എന്നൊക്കെ വീഴ്ചയുടെ ആഘാതം മൂലിക്ക് നിങ്ങളുടെ സ്പീഡിനനുസരിച്ചിരിക്കും. എന്തായാലും വിസ്പറിംഗ് ഡെത്ത് ഒരു ചെറിയ കളിയല്ലായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിനും ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു.